ഹായ് ഫ്രണ്ട്സ്, സിമ്പിളായിട്ടൊരു മത്തിപ്പുളി ഉണ്ടാക്കിയാലോ? രണ്ട് മൂന്ന് തക്കാളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും പുളി കലക്കിയതും മത്തി ഒരു 3-4 എണ്ണം മത്തി ഒരു 2-3 ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിക്കുക. എന്നിട്ട് പുളി നന്നായി കലക്കി മാറ്റി വയ്ക്കുക. ചെറിയ ഉള്ളി ചെറുതായി അരിയുക. ഇഞ്ചിയുടെ തോലെല്ലാം കളഞ്ഞ് നീളത്തിൽ കുനുകുനേന്നരിയുക. അത് കഴിഞ്ഞ് പച്ചമുളക് നമുക്ക് നീളത്തിലരിയാം. മത്തി നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു മത്സ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? മത്തിയിലടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിൻ്റെ കണ്ടൻ്റെല്ലാം നല്ലോണം ഉണ്ട്. എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സ്യവിഭവമാണ് മത്തി. മത്തി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ചെറിയ ഉള്ളിയുടെ ഒപ്പം ഒരു വലിയ ഉള്ളി കൂടി ചേർക്കുന്നത് രുചി കൂട്ടാൻ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഒരു മൺചട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ ചട്ടി ആയാലും മതി വെച്ച് അതിലേക്ക് നന്നായി എണ്ണ തൂവി വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് ഉലുവ വരിയിട്ട് അതിലേക്ക് കടുകും കൂടെ ചേർത്ത് നമുക്കതിനെ പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് എന്നിവ ഉള്ളിയോടൊപ്പം ചേർക്കണം. ഉള്ളി ഒന്ന് വാടി വരുമ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പൊടി ഐറ്റം ചേർക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. പൊടികളൊക്കെ ചേർത്ത് പൊടിയുടെ മണം മാറാൻ വേണ്ടി ഒന്ന് ഇളക്കിയ ശേഷം പുളിവെള്ളം ചേർക്കുന്നു. പുളിവെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്നു എന്ന് കാണുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തി കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും കറി റെഡി. താങ്ക് യു.